ക്രോസ് ഫയറിലേക്ക് സ്വാഗതം. നമുക്കപ്പം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നു. മണിക്കൂറുകൾ മാത്രം. കൊല്ലം സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം. കൊല്ലം സമ്മേളനം പ്രധാനമായിട്ടും ഊന്നാൻ ഉദ്ദേശിക്കുന്നത് ഒരു തുടർ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ്. അതിന് പ്രാപ്തമാവുന്ന ഒരു ഉള്ളടക്കമുള്ള പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോഴൊരു കാര്യം വളരെ ഗൗരവപൂർവ്വം പ്ലാൻ ചെയ്തത്, ചർച്ച ചെയ്തത് ഒരു നവ കേരളം എങ്ങനെയാണ് പടുത്തുയർത്താനാവുക, അതിൻ്റെ രേഖയും അതിൻ്റെ ചർച്ചയും അതിനെ തുടർന്ന് കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുടെ മുന്നോട്ടുള്ള യാത്രയും എല്ലാം കൂടി ചേർന്ന് ഇപ്പോഴും എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നും ഇനി ഈ ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക, ഭാവി. അപ്പോൾ ത്രികാല ബന്ധമാണ് ഭൂതകാലം, വർത്തമാനം, തുടർന്നുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ പാർട്ടി സംവിധാനത്തെ എങ്ങനെ രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സമ്മേളനം ആലോചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ തവണ കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ നവകേരള രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അത് പാർട്ടി മാനിഫെസ്റ്റോയിൽ വന്ന കാര്യങ്ങളുടെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പം ഇതിലേക്കൊരു ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു രേഖയായിരിക്കും ഇതിൻ്റെ സമഗ്രമായ മറ്റൊരു പതിപ്പാണ് വരാൻ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്ന് എത്രത്തോളമാണ് നമുക്ക് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അടിസ്ഥാനം. ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള നാടാണ് ഇന്ത്യ. കോടാനുകോടി മനുഷ്യർ ദാരിദ്ര്യം അങ്ങേയറ്റത്തെ ദാരിദ്ര്യരാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ 25%, 28%, 30% ഒക്കെ അതിദരിദ്രരുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ 2ാം ടേം അധികാരത്തിൽ വരുമ്പോൾ 0.7% അതിദരിദ്രം. പിന്നീട് രണ്ടാമത് ഗവൺമെൻറ് തന്നെ കണക്കനുസരിച്ച് 0.5%. ഈ നവംബറിൽ 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് 64,006 കുടുംബങ്ങൾ അതിദരിദ്രരായിട്ടുണ്ടായിരുന്നു. ഈ 64,006 കുടുംബങ്ങളുടെയും അതിദാരിദ്ര്യം ഈ നവംബർ 1 അവസാനിപ്പിക്കാൻ സാധിക്കും. സൂക്ഷ്മാംശത്തിൽ പരിശോധിച്ച് അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറും. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം, ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള മാറ്റം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതെല്ലാം സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ KDESകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാന കേരളത്തിൻ്റെയൊക്കെ വളരെ ഫലപ്രദമായ ഇടപെടലിലൂടെ നമുക്ക് നല്ലതുപോലെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും സാധിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകുക 2 തരത്തിലാണ്. ഒന്ന്, സ്വയം സംരംഭകരായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ അതിൻ്റെ സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ഒന്നുകൂടി സജീവപ്പെടുത്തി, അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തി, അതിൻ്റെ ഭാഗമായിട്ട് ഒരു 6-7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ, സ്വയം തന്നെ തൊഴിലാകുന്ന സ്ഥിതിയുണ്ട്. അതിന് പുറമെ IT ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ ഇപ്പോൾ തൊഴിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. PSC ഉൾപ്പെടെയുള്ള തൊഴിൽ എല്ലാം കൂടി ചേർന്ന് ഏതാണ്ട് ഒരു 10 ലക്ഷത്തിലധികം ആൾക്ക് തൊഴിൽ ലഭിക്കുന്ന സ്ഥിതി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ തൊഴിലില്ലായ്മയെ എങ്ങനെ നമുക്ക് മെരിക്കാം, എങ്ങനെ പരിഹരിക്കാം എന്ന കാര്യത്തിൽ പുതിയ തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് വരുമ്പോൾ ലോകത്താകെ ആവശ്യമുള്ള 10 ലക്ഷം ആളുകളുടെ ഡിമാൻഡ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും നമുക്കാണെങ്കിൽ അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. താനും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇതുപോലെ അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ മഹാഭൂരിപക്ഷം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് 1,52,000 കോടി 1.52 ലക്ഷം കോടി പുതിയ മുതൽ മുടക്കുമായിട്ട് ബന്ധപ്പെട്ട് മൂലധന നിക്ഷേപം കേരളത്തിൽ ഇപ്പോൾ
പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സർവതല സ്പർശിയായ മേഖലയിൽ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം, കൊല്ലം, നമ്മുടെ ഇപ്പോൾ തന്നെ 16 തുറമുഖങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു വലിയ വികാസം, വളർച്ച ഈ 2 ജില്ലയിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എറണാകുളത്ത് നിന്നൊരു കോറിഡോർ തന്നെ കോയമ്പത്തൂരിലേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 1400 ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ പാലക്കാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കിട്ടി. അതുപോലെ കോഴിക്കോട് നിന്ന് ഒരു കോറിഡോർ ആരംഭിക്കുകയാണ് മംഗലാപുരത്തേക്ക്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഉൾപ്പെടെ വരും. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വ്യാവസായിക ശൃംഖല ഈ കേരളത്തിൽ രൂപം കൊള്ളാൻ പോകുന്ന പുതിയ സാഹചര്യമാണ് വരുന്നത്. അതിന് നമ്മുടെ മുമ്പിൽ ഗവൺമെൻറ് മൂലധനമുണ്ട്, സഹകരണ മേഖലയിലെ മൂലധനമുണ്ട്, പ്രൈവറ്റ് മൂലധനമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ നവീകരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തും. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല ലോകോത്തരമാണ് കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ സംരംഭങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തരൂര് ഒരു നിലപാടെടുക്കുകയും അത് വലിയ ചർച്ചയാവുകയും വിവാദമൊക്കെ ചെയ്തു. ഇപ്പോൾ തരൂര് അത് നിലപാട് മാറ്റി. നിലപാട് മാറ്റിയില്ല. ഇന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞ കണക്കല്ലേ ചെയ്യാൻ തന്നെയാണ്. നിലപാട് അങ്ങനെ പലതും മാറ്റില്ല. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് നിലപാട് മാറ്റുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൽ ഒരു തുടർ ഗവൺമെൻറ് വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശശി തരൂര്. രണ്ടാമത്തെ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മൂന്നാമത്തെ വിഭാഗമാണ് കോൺഗ്രസ്സുകാർ. കാരണം കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയും 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊരു ഉത്കണ്ഠയാണ് അവർ രേഖപ്പെടുത്തുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിമാരാരൊക്കെയാണെന്നുള്ളത് അതിനെപ്പറ്റിയാണ് ചർച്ച. അതിപ്പോൾ ഏറ്റവും അവസാനം കുഞ്ഞാലിക്കുട്ടി വരെ അതിൻ്റെ ലിസ്റ്റിൽ വന്നു. മറ്റ് വി.ഡി. സതീശനും അതുപോലെ തന്നെ ഇവിടെയുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പിന്നെ മുരളി, അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ, ഇവരൊക്കെയായിരുന്നു ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തരൂരും വരുന്നത് എല്ലാവരും കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാമത്തെ ടേം അധികാരത്തിൽ വരിക എന്നുള്ളത് സുനിശ്ചിതമായ ഒരു കാര്യമായിട്ട് മാറുകയാണ്. മൂന്നാം പിണറായി സർക്കാരാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയേണ്ടതില്ല. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം എനിക്ക് നന്നായിട്ട് തെരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിണറായി ആണോ അല്ലോ എന്നുള്ളത് ഇപ്പം തീരുമാനിക്കേണ്ടിയില്ല. പിണറായി ആണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതൃനിരയിലുള്ള നേതാവ്. ആ രീതിയിൽ നിങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ 2 ടൈം വ്യവസ്ഥ നമ്മൾ നടപ്പിലാക്കിയിരുന്നു കഴിഞ്ഞ തവണ. ആ 2 ടൈം തവണ ആ വ്യവസ്ഥ ഇപ്പോഴും തുടർന്നു കഴിഞ്ഞാൽ പിണറായി സാബ് അടക്കം ഒത്തിരി പേർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം. പിണറായിക്ക് നേരത്തെ തന്നെ കൃത്യമായിട്ട് ഒഴിവ് നൽകിയിട്ടുണ്ടല്ലോ. അല്ല, അത് പ്രായത്തിലുള്ള ഇളവ്. ഞാൻ പ്രായത്തിൽ മാത്രമല്ല, മത്സരിക്കുന്നവരും അങ്ങനെയാണ്. അല്ല, കഴിഞ്ഞ തവണ തുടർച്ചയായിട്ട് 2 തവണ ആയില്ലായിരുന്നു. ഒരു തവണ, അടുത്ത തവണ ആയല്ലോ. അതിന് മുമ്പേ ആയിട്ടുണ്ടല്ലോ. അത് മുമ്പ് പല തവണയായിട്ട് ആയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ ടൈം വ്യവസ്ഥ 25ഓളം പേർക്കാണ് മത്സരിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവർ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില സീറ്റുകൾ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങൾ ജില്ലയിൽ 7 മണ്ഡലങ്ങൾ. ഞങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി ആലോചിച്ചിട്ടില്ല. നിങ്ങൾ വല്ലാതെ ആലോചിച്ചുകൊണ്ട് വിഷമിക്കണ്ട. അത്തരം മാറ്റങ്ങൾ ആ സമയത്ത് ആലോചിക്കും. ഞാൻ അന്നേരം ആലോചിക്കും. പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് മുൻകൂട്ടി ആലോചിച്ച് പോകേണ്ട കാര്യം തന്നെ. നേരത്തെ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ തന്നെ ഒരു തവണ മന്ത്രിമാരെ അവരുടെ അടുത്താണ് ആഗണന തീരുമാനിച്ചപ്പോൾ അന്ന് സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണ പറഞ്ഞ കാര്യം, ഇത് ഇപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ നിബന്ധനകളൊക്കെ തന്നെ അതാത് സമയങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുക, എപ്പോഴും അങ്ങനെ തീരുമാനിക്കും. ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുന്നൊരവസ്ഥയില്ല. ഒക്കെ അന്നേരം തീരുമാനിച്ചു പോകുന്നു. ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പിൽ വർധനമുണ്ട്. 40,000-ഓളം വർധനമുണ്ട്. പക്ഷെ പാർട്ടി സംഘടനാ ബോധത്തോടെ അടിത്തറയോടുകൂടി ആളുകൾ വരുന്നില്ല എന്നൊരു വിമർശനം അത് ഞങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിലുള്ള ഒരു വലിയ ശതമാനം ആളുകൾ ഒരു 10 വർഷത്തിനിടയിലാണ് 50%-ലധികം പാർട്ടി മെമ്പർഷിപ്പ് വന്നിട്ടുള്ളത്. 5.5 ലക്ഷത്തോളം പാർട്ടി മെമ്പർഷിപ്പിൽ ഒരു 50% മെമ്പർഷിപ്പ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ വന്ന പാർട്ടി മെമ്പർഷിപ്പാണ്. മാത്രമല്ല, സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം ആ അനുഭവം കൂടി ഇല്ലാത്ത ഒരു വലിയ വിഭാഗം മെമ്പർഷിപ്പാണ് നമ്മുടെ മെമ്പർഷിപ്പ്. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാലത്ത് അനുഭവമുള്ളവർ വളരെ ചെറിയ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ ഫലപ്രദമായ ധാരണ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ മെമ്പർഷിപ്പിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പാക്കി രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. അതാണ് പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തത്. അതിനുവേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയ വിദ്യാഭ്യാസവും സംഘടനാ വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. മദ്യപിക്കുന്ന പാർട്ടി ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു. മെമ്പർഷിപ്പ് പറയാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ്. മെമ്പർഷിപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല.
മെമ്പർഷിപ്പ് ഞങ്ങൾ തന്നെ കൊടുക്കുന്ന മെമ്പർഷിപ്പല്ലേ. മെമ്പർഷിപ്പ് കുറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അതെങ്ങനെയാണ് ഇപ്പം മൂല്യമുള്ള പാർട്ടി മെമ്പർഷിപ്പ് ആവണമെന്ന് തന്നെയാണ് കാണുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് മാത്രമല്ല, പാർട്ടി ആകെ തെറ്റായ ഒരു പ്രവണതക്കും കൂട്ടുനിൽക്കുന്ന ഒരാളെയും പാർട്ടിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് സ്കൂളിനിക്ക് അപ്പുറത്തേക്ക് വേറെ പരിശോധന ഉണ്ടാവുക? അല്ല, അതൊക്കെ സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വരുന്നതാണല്ലോ. അത് ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് സ്കൂളിന് കഴിഞ്ഞാലും കൈകാര്യം ചെയ്യും. സ്കൂട്ടിന് ഇത് തമ്മിലൊന്നും വലിയ ബന്ധമില്ല. അത് ഓരോ കൊല്ലം കഴിയുമ്പോൾ സ്കൂട്ടിന് നടത്തുന്നതാണ്. മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോന്നിനെയും ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യും. VS സർക്കാരിൻ്റെ കാലത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മന്ത്രിമാരായിരുന്നു. അപ്പോൾ അത് രണ്ട് പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് പാർട്ടി സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തനത്തിൽ പോരായ്മ സംഭവിക്കുന്നു എന്ന് ഒരു വിലയിരുത്തുകയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്രീമതി ടീച്ചർ അടക്കമുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് മന്ത്രിമാരാണ് കൂടുതൽ സെക്രട്ടേറിയറ്റ് ഉള്ളത്. ഇപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു? കൂടുതലൊന്നുമില്ല. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ സെൻട്രലിൻ്റെ ഭാഗമാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CC മെമ്പർമാർ ഉൾപ്പെടെ ചേരുന്ന സെൻറ്ററാണ്. ആ സെൻറ്ററിൽ ഇപ്പോഴും പാർലമെൻ്റ് രംഗത്തുള്ളവരെക്കാളും കൂടുതൽ ആളുകൾ, കൂടുതൽ സഹാക്കൾ പാർലമെൻറ്റേതര പ്രവർത്തനമായ സംഘടനാ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരാണ് കേരളത്തിൽ. അതുപോലെ തന്നെ പാർട്ടിയുടെ ഇപ്പം നമുക്ക് നേരത്തെ വിഭജന സംഘടന, വർഗ വിഭജന സംഘടനയോടെ പ്രവർത്തിച്ച് ഉയർന്നു വരുന്നവർ ഉപരി കമ്മിറ്റികളിൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള പലപ്പോഴും ഇപ്പം വീണ ജോർജ് മന്ത്രി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നപ്പോഴാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. പിന്നീട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തി. ആര്യ രാജേന്ദ്രൻ മേയറായി. ആ നിലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ അംഗീകരിക്കുന്ന ഭാഗമായിട്ടാകും പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സംഘടനാ സംവിധാനത്തിനപ്പുറത്തേക്ക് ഭരണ സംവിധാനത്തിലെ അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവേണ്ടത്, യഥാർത്ഥത്തിൽ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനം പോലെ തന്നെ അവരെ ചുമതലപ്പെടുത്തിയ തലങ്ങളിലുള്ള അവരുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾക്ക് രണ്ടായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ ഒരാളെ ഒരു ചുമതല കൊടുക്കുന്നു. ആ ചുമതല കൊടുത്തിട്ടുള്ളത് പാർട്ടി ചുമതല കൊടുത്തതാണ്. ആ ചുമതല കൊടുത്ത് വർക്ക് ചെയ്യുന്ന പ്രവർത്തനം തന്നെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രായപരിധി നേരത്തെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതാണ്. പ്രായപരിധി ഇളവ് നൽകിയത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് മാത്രമാണ്. ആ ഇളവ് തുടരുമെന്ന് തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കാർക്ക് ഈ ഇളവ് കിട്ടാൻ സാധ്യത ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ EP ജയരാജൻ മെയിൽ 70 വയസ്സ് തികയും. ജൂണിൽ ഇടതുമുന്നണി കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനും 75 വയസ്സാകും. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ലേ, പൊതുവായ തീരുമാനമല്ലേ. പിന്നെ ഓരോരാളെടുക്കാൻ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട കാര്യമില്ല. 75 വയസ്സ് പൂർത്തിയായ ഒരാളും സംസ്ഥാന കമ്മിറ്റിയിലോ അതുപോലെ തന്നെ പാർട്ടി ഘടകത്തിലോ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഈ G സുധാകരൻ കഴിഞ്ഞ തവണ ഈ സമ്മേളനം നടക്കുമ്പോൾ 74 വയസ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം കത്ത് കൊടുത്തിരുന്നു പാർട്ടി സെക്രട്ടറിക്ക്. 74 വയസ്സേ ഉള്ളുവെങ്കിലും തന്നെ ഒഴിവാക്കാൻ പറഞ്ഞായിരുന്നു കത്ത്. അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും അഭ്യർത്ഥന ഇത്തവണ മുന്നോട്ട് വന്നിട്ടുണ്ടോ? അഭ്യർത്ഥന വന്നില്ല. ആരെങ്കിലും അഭ്യർത്ഥന വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവരിങ്ങനെ ഒഴിവാക്കപ്പെടുന്ന അവരെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നില്ല എന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അത് ഞങ്ങൾ ഇപ്രാവശ്യം നന്നായിട്ട് കഴിഞ്ഞു. അത് സംസ്ഥാന കമ്മിറ്റി അല്ല കൈകാര്യം ചെയ്യേണ്ടത്, സെൻട്രൽ കമ്മിറ്റിയാണ്. 75 വയസ്സ് കഴിഞ്ഞ സഖാക്കളെ എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾപ്പെടുത്തി പ്രവർത്തിപ്പിക്കാം എന്ന കാര്യം സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് സെൻട്രൽ കമ്മിറ്റി തീർച്ചയായിട്ടും ആ നിലപാട് സ്വീകരിക്കും. അവരെ കൂടി പൂർണ്ണമായിട്ടും അവരുടെ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വനിതാ സഖാക്കളുടെ എണ്ണം പാർട്ടിയിൽ കൂടിയിട്ടുണ്ട്. വനിതകൾ വൻ സെക്രട്ടറിമാരായിട്ടും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറി ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഏരിയ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. ആ വനിതകളുടെ പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റി കൂട്ടാൻ ആലോചിക്കുന്നുണ്ടോ? അതിന് സ്വാഭാവികമായിട്ടും നല്ല പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ഇനിയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്യും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തെ തുടർന്നാണ്. ഈ സമ്മേളനത്തിലേക്ക് പോകുമ്പോഴും നേരത്തെ ഒരു എക്സൈസ് മന്ത്രി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് താങ്കൾ. താങ്കൾ പാർലമെന്റ് രംഗത്തേക്ക് ആണോ അതോ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ സെക്രട്ടറി എന്ന നിലയിലായിരിക്കും തുടരുക? ഞാനിപ്പോൾ സംഘടനകത്താണല്ലോ പൂർണ്ണമായിട്ടുള്ളത്. സെക്രട്ടറിയെ തുടരും? അതൊന്നും ഞാൻ തീരുമാനിച്ചില്ല. അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുക. ഞാൻ ആ സെക്രട്ടറി ആവേണ്ടത് അല്ല ഓരോ സെക്രട്ടറി ആണെന്നൊക്കെ പാർട്ടി തീരുമാനിക്കുകയാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഈ സെക്രട്ടറി ആകുമ്പോൾ ഇതൊക്കെ ശുദ്ധാസമെന്നും പറയുകയാണ്. അതൊക്കെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സമ്മേളനമാണ് സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കുക, സംസ്ഥാന കമ്മിറ്റിയാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക, സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കുക. അതാണ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തു. സാധാരണഗതി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ അതേ രീതിയായിരിക്കും അവലംബിക്കുക. അത് നോക്കിയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് എടുക്കാം. അതിൽ പിന്നെ വ്യവസ്ഥാപിതമായ ഒരു രീതിയൊന്നുമില്ല. ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനത്തെ പ്രകടനം ഒഴിവാക്കുന്നു അല്ലേ നമ്മൾ?
പ്രകടനം നടത്താൻ സാധിക്കുന്നതല്ല സ്ഥിതി. വളണ്ടർ മാർച്ച് തന്നെ 2-3 മണിക്കൂർ എടുക്കും. 10-25,000 വളണ്ടർമാർ മാർച്ച് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ വളരെ സമയം ആ വളണ്ടിയർ മാർച്ച് തന്നെ എടുക്കും. പിന്നെ അതിൻ്റെ പിന്നിൽ അണിനിരത്തി ജനങ്ങളെ കൂടി അവിടെ എത്തിക്കുക എന്ന് പറയുമ്പോഴേക്കും വളരെ സമയം വേണ്ടി വരും. അതുകൊണ്ട് റാലിയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും വന്ന് ചേരുക, പൊതുജനസമ്മേളനമായിട്ട്. വലിയ സമ്മേളനമായിട്ട്. ഈ CPIM CPI ലയിക്കണ തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം വീണ്ടും വിനോയ് വിശ്വം ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി. ഇപ്പോൾ 1920 പാർട്ടി രൂപീകൃതമായി എന്ന് ആണ് CPM വിലയിരുത്തുന്നതെങ്കിൽ അത് 1925 കാൺപൂർ പാർട്ടി കോൺഗ്രസിലാണെന്നാണ് CPI വിലയിരുത്തുന്നത്. അങ്ങനെ രൂപീകരണത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ള ഈ പാർട്ടികൾക്ക് അങ്ങനെ ഒരു ലയനം സാധ്യമാണോ? ലയനം എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എപ്പോഴെങ്കിലും ലയിച്ചുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ 2 പാർട്ടിയായിട്ട് നിൽക്കുക, രണ്ടും യോജിച്ച വർക്കിലേക്ക് പോവുക, അതാണ് പ്രായോഗികം. വെറുതെ ആവശ്യമില്ലാതെ നൂലാമാലയിലേക്ക് പോയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനത് പറഞ്ഞല്ലോ, വിനോയ് വിശ്വത്തിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞു ഈ കാര്യം എറണാകുളത്ത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യോജിച്ച പ്രവർത്തനമാണ്. അതിലിപ്പോൾ CPIയും CPIയും രണ്ടും നന്നായിട്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന 2 പാർട്ടികളുമാണ്. കേരളത്തിലെ മുന്നണിയിലെയും അതുപോലെ ഇന്ത്യയിലെ ഇടതുപക്ഷ മുന്നണിയിലെയും പ്രധാനപ്പെട്ട 2 പാർട്ടികളാണ്. അത് യോജിച്ച് പോകുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകുലുവിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പേരിൽ തർക്കമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിനകത്ത് ആ പട്ടിക പല പേരുകളും പല മണ്ഡലങ്ങളും വരുന്നത് ഈ 2 ടേം പൂർത്തിയാക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ ആ മണ്ഡലങ്ങളിൽ 3 തരത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് ആ ടേം മാറ്റത്തെക്കുറിച്ച് പാർട്ടിപരമായത്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുമില്ല. അത് കനുകൂലം അതും കൂടി ആലോചിച്ച് നടക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പ് അടവ് കൊണ്ട് വല്ലാതെ രീതിയിൽ മാറ്റം വരുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അത് കേരളത്തെപ്പറ്റി അറിയാതെ കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ തന്നെ ധരിച്ചു തന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അവസാനിക്കാൻ പോവുകയാണ്. കാരണം 123 സീറ്റിൽ അന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഭൂരിപക്ഷമുണ്ട് അസംബ്ലി മണ്ഡലം എടുത്താൽ. അപ്പോൾ തന്നെ ഉറപ്പായിട്ട് 123 മണ്ഡലം ഭൂരിപക്ഷം കിട്ടിയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തോൽപ്പിക്കുക എന്നുള്ള വലിയ കാര്യമില്ല. പിന്നെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്നതിനൊപ്പം ചേർന്നു മിക്കവാറും. പിന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് കള്ളക്കടത്ത് സംബന്ധിച്ചുള്ള വലിയ വിശദീകരണം നടത്തി. എല്ലാ പത്രങ്ങളും വലിയ വണ്ടക്കാക്ഷരത്തിൽ എന്തെല്ലാം ചെയ്ത് കള്ളക്കടത്താണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, അതുപോലെ പിന്നെ നമ്മുടെ ബൈബിളിൽ സ്വർണം കടത്തി, അങ്ങനെ ഖുറാനിൽ കള്ള നടത്തി, അങ്ങനെ പലതും നടത്തി. എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ധാരണയുണ്ടായി. LDFൻ്റെ അവസാനം വന്നു. അപ്പോൾ ജനങ്ങളാണ് തീരുമാനിച്ചത് LDF കൊണ്ടും വരണമെന്നും. സീറ്റ് കൂടി 99 സീറ്റ് കിട്ടി. ഇപ്രാവശ്യം അവർക്ക് 111 സീറ്റേ ഉള്ളൂ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 111 സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത്. ആ 111 സീറ്റിലും നേരത്തെ 99 സീറ്റ് കിട്ടിയതിനേക്കാളും കൂടുതൽ സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയും. വീണ്ടും കനുകൂല സിദ്ധാന്തമൊക്കെ ഉണ്ട്, അവിടെ കിടക്കും. അതാണിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ്റെ ആ ആകൃതിയും പ്രകൃതിയും പെരുമാറ്റവും സംഭാഷണവും എല്ലാം രൂപപ്പെടുത്തിയത് ഈ കനുകൂലമാണ്. മാന്യനായിരുന്നു മുമ്പ് ഈ വി ഡി സതീശൻ, എനിക്കൊക്കെ അറിയുന്ന കാലത്ത്. ഇപ്പോൾ കാണുന്നില്ല എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. ഈ കനുകൂലമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇങ്ങനെയാണ് ശരിയാവുള്ളൂ. അന്ന് അങ്ങനെയാണ്, പ്രകോപനപരമാവണം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. സാധു ആ അടിസ്ഥാനത്തിലാണ് പ്രകോപന ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കനുകൂല സിദ്ധാന്തം വെച്ചിട്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അധികം ശ്രമിക്കണ്ട. ശ്രമിച്ചോട്ടെ, പക്ഷെ അധികം ശ്രമിച്ചിട്ട് കാര്യമില്ല. അടുത്തവണ സെഞ്ചുറി അടിക്കും LDF. ഞാനങ്ങനെയൊന്നും പറയുന്നില്ല. എന്തിനാണ് അവിടെ നിർത്തുന്നത്? അതിനപ്പുറത്ത് പോയാൽ എന്താ കുഴപ്പം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല അനുകൂല സാഹചര്യമാണ്. കോൺഗ്രസ് വരെ അംഗീകരിച്ചിട്ടുണ്ട്. ലീഗുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ലീഗുകാർ പറഞ്ഞല്ലോ ഇങ്ങനെയാ പോകുന്ന ഒരു കാര്യം പോക്ക് തന്നെയാണെന്ന്. അതുകൊണ്ടല്ല അവർ നേരിട്ട് ഹൈക്കമാൻഡിനെ കാണാൻ പുറപ്പെട്ടത്. BJP കുറിച്ച് വിലയിരുത്തുന്നത് BJP കേരളത്തിൽ LDFന് വീണ്ടും വരുന്നതിന് അനുകൂലമായി നിൽക്കുന്ന നേരത്തെ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്ല, BJPയുടെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJPയാണ്. BJPക്കെതിരായ രാഷ്ട്രീയമാണ് CPIMൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് പലപ്പോഴും യോജിപ്പ്. 4500 വോട്ട് പാലക്കാട് അവർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്ന ഒരു കോർപ്പറേഷൻ വാർഡിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് BJPക്കാണ് കിട്ടി. BJP ശ്രീവരാഹത്തിൽ BJP ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ ജയിച്ചു. SDPI സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ 300 വോട്ടാണ് SDPIക്ക് കൊടുത്തത് പഞ്ചായത്തിൽ. ഇതാണ് ഇവരുടെ നിലപാട്. അപ്പോൾ അതിനകത്ത് ഇവർ തക്കത്തിന് അനുസരിച്ച് BJPയുമായിട്ട് ചേരും.
SDP ചേരും, അത് പിന്നെ ഐക്യമുന്നണി പോലെ തന്നെയായി, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചേരും തുടങ്ങി ഇവരെല്ലാമായിട്ടുള്ള ഒരു കൂട്ടാണ് ഇവിടെ വന്നത്. ഒരു ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, എല്ലാവരുടെയും പൊതുശത്രു CPM ആണ്. അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ ശത്രു CPM നമ്പർ 1. BJP തന്നെയാണ് പറയുന്നത്, കോൺഗ്രസ് അതാ പറയുന്നത്, ലീഗ് അതാ പറയുന്നത്, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി SDP എല്ലാം പറയുന്നതാണ്. ഇത് തമ്മിലാണ് ഒരു അന്തർധാര. ഈ അന്തർധാര ജനങ്ങൾ തിരിച്ചറിയും. EMS പറയുന്നത് രണ്ടും കൂട്ടിയാൽ 4 അല്ല കിട്ടുക, രാഷ്ട്രീയത്തിൽ 4 ആവില്ല. അപ്പോൾ നിങ്ങൾ ഈ കണക്കെല്ലാം ശരിയാണ്, വലിയ നമ്പറൊക്കെയാണ് കണക്ക്, പക്ഷെ അതൊന്നും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അനുഭവം. ഈ SUCയുടെ പിന്തുണയോടുകൂടി നടക്കുന്ന സമരം, ആശാസമരം, അത് BJP ഹൈ ആക്കിയതെന്ന് തോന്നുന്നുണ്ടോ? BJP അല്ല, BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. കോൺഗ്രസ്സാണല്ലോ ആദ്യം പുറപ്പെട്ടത്. തെറ്റായ രീതിയിലേക്കാണ് അവർ ഈ കാര്യങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം ശരിയാണ്, അതിലും ഞങ്ങളാരും ഇതിലല്ല. ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ദുർബല ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ 1600 രൂപ ഇപ്പം ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, അത് 2500 രൂപ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ കുടുംബിനികൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയണം നമ്മൾ ആലോചിക്കുകയാണ്. പക്ഷെ സാധിക്കുന്നില്ല. സാധിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക മേഖലയിൽ ഉപരോധം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് പലതും അവർ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു പോകാൻ സാധിക്കാതിരിക്കുന്നത്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും. 13,200 രൂപ വരെ അവർക്ക് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ലഭിക്കുന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. എല്ലാവർക്കും അല്ല, ഒരു വിഭാഗത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പൈസ കിട്ടുന്ന ഒരു കേന്ദ്രം കേരളത്തിൽ വേറെ ഇടയില്ല, അല്ലെ ഇന്ത്യയിൽ വേറെ ഇടയില്ല കേരളത്തെ പോലെ. അപ്പോൾ അത് ആ സമരത്തിൻ്റെ മേലെ എല്ലാ വികസന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരും ഒത്തുചേർന്നിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണെങ്കിൽ നാഷണൽ ഹൈവേ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഗയൽ പദ്ധതി ഉണ്ടാവുമോ? കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി കൊച്ചിയിലെത്തുമോ? ഈ അടിസ്ഥാനപരമായ വികസനം മുഴുവൻ കേരളത്തിൽ നടത്തിയത് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് ഉള്ളതുകൊണ്ടല്ലേ. 1,52,000 കോടി ഉറുപ്പിക ഇവിടെ നിക്ഷേപവുമായിട്ട് വരികയാണല്ലോ. അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ? വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലേ. ഒരു വലിയ വികസനത്തിൻ്റെ കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിദാരിദ്ര്യം ഇല്ലാതാവും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച കുതിപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് തന്നെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട സംവിധാനമായിട്ട് മാറിയില്ലേ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം. ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകോത്തരമല്ലേ. നമുക്കറിയാലോ, കോവിഡ് ഉൾപ്പെടെ വന്നപ്പോൾ അമേരിക്ക പോലും വിസ്മയത്തോടെയല്ലേ നമ്മൾ കണ്ടത്. തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി, ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അതാണ് ഞങ്ങൾ നവകേരളത്തിൻ്റെ പുതിയ വഴികൾ എന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് 400 കൊല്ലക്കാലത്തെ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നേടിയ ഭൂഷ്വാജനാധിപത്യ വിപ്ലവമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ അവരുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഇതാണ് നവകേരളം. ആ നവകേരളത്തിന് വേണ്ടിയിട്ടാണ് CPIM സംഘടനയെ ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാൻ 24-ാം പാർട്ടി കോൺഗ്രസും അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സമ്മേളനവും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും.